മേൽശാന്തി 5-10-25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 3-3-2007 മധുബൻ. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൽ ജ്ഞാനത്തിൻ്റെ കുങ്കുമവും ഗുണങ്ങളുടെയും ശക്തികളുടെയും നിറം ചാലിക്കുന്നത് തന്നെയാണ് സത്യമായ ഹോളി ആഘോഷിക്കുക എന്നത്. ഇന്ന് ബാബ്ദാദ തൻ്റെ ലക്കിയസ്റ്റും ഹോളിയസ്റ്റുമായ കുട്ടികളുമായി ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. ലോകത്തുള്ളവർ ഏതൊരു ഉത്സവവും കേവലം ആഘോഷിക്കുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങൾ കേവലം ആഘോഷിക്കുകയല്ല, ആഘോഷിക്കുക എന്നാൽ ആയിത്തീരുക എന്നർത്ഥം. അപ്പോൾ ഹോളി എന്നാൽ അർത്ഥം പവിത്ര ആത്മാക്കളായി മാറി. നിങ്ങളേവരും ഏത് ആത്മാക്കളാണ്? ഹോളി, അതായത് മഹാൻ പവിത്ര ആത്മാക്കൾ. ലോകത്തുള്ളവരാണെങ്കിൽ ശരീരത്തെ സ്ഥൂലമായ നിറങ്ങൾ കൊണ്ട് നിറം പിടിപ്പിക്കുന്നു. എന്നാൽ താങ്കൾ ആത്മാക്കൾ ആത്മാവിനെ ഏതൊരു നിറത്തിൽ നിറം പിടിപ്പിച്ചു? ഏറ്റവും നല്ലതിലും നല്ല നിറം ഏതാണ്? അവിനാശി നിറം ഏതാണ്? നിങ്ങൾക്കറിയാം, നിങ്ങളേവരും ആത്മാവിനെ പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം ചാലിച്ചു. അതിലൂടെ ആത്മാവ് പവിത്രതയുടെ നിറത്തിൽ നിറം പിടിച്ചു. ഈ പരമാത്മാ കൂട്ടുകെട്ടിൻ്റെ നിറം എത്ര മഹാനും സഹജവുമാണ്. അതിനാൽ പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ മഹത്വമായി ഇപ്പോൾ അന്തിമത്തിലും സത്സംഗത്തിന് മഹത്വമുണ്ട്. സത്സംഗം എന്നതിൻ്റെ അർത്ഥം തന്നെ പരമാത്മാവിൻ്റെ സംഘത്തിലിരിക്കുക എന്നാണ്. അത് ഏറ്റവും സഹജവും ഉയർന്നതിലും ഉയർന്നതുമാണ്. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ ഇരിക്കുന്നത് പ്രയാസമാണോ? ഈ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ ഇരിക്കുന്നതിലൂടെ ഏതുപോലെ പരമാത്മാവ് ഉയർന്നതിലും ഉയർന്നതാണോ, അതേപോലെ കുട്ടികളായ താങ്കളും ഉയർന്നതിലും ഉയർന്ന പവിത്ര മഹാൻ ആത്മാക്കളും പൂജ്യ ആത്മാക്കളുമായി മാറി. ഈ അവിനാശി കൂട്ടുകെട്ടിൻ്റെ നിറം പ്രിയമായി തോന്നുന്നുവല്ലോ. ലോകത്തുള്ളവർ എത്ര പ്രയത്നിക്കുന്നു. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ കാര്യം വിട്ടേക്കൂ. കേവലം ഓർമ്മിക്കുന്നതിന് പോലും എത്രമാത്രം പ്രയത്നിക്കുന്നു. എന്നാൽ ആത്മാക്കളായ താങ്കൾ ബാബയെ അറിഞ്ഞു. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു, എൻ്റെ കുട്ടികളെ നിറം പിടിക്കുകയും ചെയ്തു. ബാബ ഏതൊരു നിറമാണ് പിടിപ്പിച്ചത്? ജ്ഞാനത്തിൻ്റെ കുങ്കുമം ചാലിച്ചു, ഗുണങ്ങളുടെ നിറം പിടിപ്പിച്ചു, ശക്തികളുടെ നിറം പിടിപ്പിച്ചു. ആ നിറത്തിലൂടെ താങ്കൾ ദേവതയായി മാറി. എന്നാൽ ഇപ്പോൾ കലിയുഗ അന്തിമം വരെയും താങ്കളുടെ പവിത്ര ചിത്രം ദേവാത്മാക്കളുടെ രൂപത്തിൽ പൂജിക്കപ്പെടുന്നു. പവിത്ര ആത്മാക്കൾ ധാരാളം പേർ ആകുന്നു. മഹാത്മാക്കൾ വളരെ പേർ ആകുന്നു. ധർമാത്മാക്കൾ വളരെ പേരാകുന്നു. എന്നാൽ താങ്കളുടെ പവിത്രത ദേവാത്മാക്കളുടെ രൂപത്തിൽ. ആത്മാവും പവിത്രമാകുന്നു. ആത്മാവിനോടൊപ്പം ശരീരവും പവിത്രമാകുന്നു. ഇത്രയും ശ്രേഷ്ഠ പവിത്രത ഉണ്ടായത് എങ്ങനെ? കേവലം കൂട്ടുകെട്ടിൻ്റെ നിറത്തിലൂടെ. അഥവാ ആരെങ്കിലും കുട്ടികളായ താങ്കളോട് പരമാത്മാവ് എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളേവരും ലഹരിയോടെ പറയുന്നു, പരംധാമത്തിൽ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ സംഗമത്തിൽ പരമാത്മാവ് താങ്കളോടൊപ്പം എവിടെയാണ് വസിക്കുന്നത്? താങ്കൾ എന്ത് ഉത്തരം നൽകും? പരമാത്മാവിന് ഇപ്പോൾ നമ്മൾ പവിത്ര ആത്മാക്കളുടെ ഹൃദയ സിംഹാസനം തന്നെയാണ് നല്ലതായി തോന്നുന്നത്. ഇങ്ങനെയാണല്ലോ. താങ്കളുടെ ഹൃദയത്തിൽ ബാബ വസിക്കുന്നു. താങ്കൾ ബാബയുടെ ഹൃദയത്തിൽ വസിക്കുന്നു. വസിക്കുന്നു എന്നുള്ളവർ കൈ ഉയർത്തോ. വസിക്കുന്നുണ്ടോ?
എല്ലാവരും കൈ ഉയർത്തി. നല്ലത്, വളരെ നല്ലത്. ലഹരിയോടെ പറയുന്നു, പരമാത്മാവിന് എൻ്റെ ഹൃദയം അല്ലാതെ മറ്റെവിടെയും നല്ലതായി തോന്നുന്നില്ല. കാരണം കമ്പൈൻഡ് ആയി ഇരിക്കുന്നുവല്ലോ. കമ്പൈൻഡായി ഇരിക്കുന്നുണ്ടോ? പല കുട്ടികളും കമ്പൈൻഡ് എന്ന് പറഞ്ഞിട്ടും സദാ ബാബയുടെ കമ്പനിയുടെ ലാഭം എടുക്കുന്നില്ല. കമ്പാനിയൻ ആക്കി മാറ്റി, ഉറപ്പാണ്. എൻ്റെ ബാബ എന്ന് പറഞ്ഞു, അപ്പോൾ കമ്പാനിയൻ ആക്കി മാറ്റി. എന്നാൽ ഓരോ സമയത്തും കമ്പനിയുടെ അനുഭവം ചെയ്യണം. ഇതിൽ വ്യത്യാസമുണ്ടാകുന്നു. ഇതിൽ ബാബ്ദാദ കാണുന്നത് നമ്പർ വൈസ് ആയാണ് നേട്ടം എടുക്കുന്നത്. കാരണം എന്താണ്? നിങ്ങളേവരും നല്ല രീതിയിൽ അറിയുന്നുണ്ട്. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്, അഥവാ ഹൃദയത്തിൽ രാവണൻ്റെ ഏതെങ്കിലും പഴയ സ്വത്ത്, പഴയ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ അവശേഷിച്ചിരിക്കുകയാണ് എങ്കിൽ രാവണൻ്റെ വസ്തു അന്യവസ്തുവായല്ലോ. അന്യൻ്റെ വസ്തുവിനെ ഒരിക്കലും തൻ്റെ അടുക്കൽ വയ്ക്കാറില്ല, നീക്കം ചെയ്യുന്നു. എന്നാൽ ബാബ്ദാദ കണ്ടത് ഇതാണ്. ആത്മീയ സംഭാഷണത്തിൽ കേൾക്കുകയും ചെയ്യുന്നു. കുട്ടികൾ എന്താണ് പറയുന്നത്? ബാബ, ഞാൻ എന്തു ചെയ്യട്ടെ? എൻ്റെ സംസ്കാരം തന്നെ ഇങ്ങനെയാണ്. എൻ്റെ സംസ്കാരം എന്ന് പറയാൻ തക്കവണ്ണം ഇത് താങ്കളുടേതാണോ? ഈ പറയുന്നത് റൈറ്റാണോ? എൻ്റെ പഴയ സംസ്കാരമാണ്, എൻ്റെ നേച്ചറാണ് എന്നത് റൈറ്റാണോ? റൈറ്റാണ് എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. ആരും ഉയർത്തുന്നില്ല. എങ്കിൽ പറയുന്നത് എന്തുകൊണ്ട്? അബദ്ധത്തിൽ പറയുന്നതാണോ? മർജീവ ആയി കഴിഞ്ഞു എന്നിരിക്കെ താങ്കളുടെ സർനെയിം ഇപ്പോൾ എന്താണ്? പഴയ ജന്മത്തിൻ്റെ സർനെയിമാണോ അതോ BKയുടെ സർനെയിമാണോ? താങ്കളുടെ സർനെയിമായി എന്താണ് എഴുതുന്നത്? BK എന്നാണോ അതോ ഇന്നയാൾ എന്നാണോ? മർജീവ ആയി കഴിഞ്ഞു എന്നിരിക്കെ പഴയ സംസ്കാരം എൻ്റെ സംസ്കാരം എങ്ങനെയായി? ഈ പഴയത് അന്യ സംസ്കാരമായി, എൻ്റേതായില്ലല്ലോ. അപ്പോൾ ഈ ഹോളിയിൽ എന്തെങ്കിലും കത്തിക്കുമല്ലോ. ഹോളി കത്തിക്കുന്നുമുണ്ട്, നിറവും ചാലിക്കുന്നു. അപ്പോൾ നിങ്ങളേവരും ഈ ഹോളിക്ക് എന്ത് കത്തിക്കും? എൻ്റെ സംസ്കാരം എന്നത് തൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ നിന്നും സമാപ്തമാക്കണം. ജീവിതവും ഒരു ഡിക്ഷണറി ആണല്ലോ. അതിനാൽ ഇപ്പോൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇത് ചിന്തിക്കരുത്. സങ്കല്പത്തിൻ്റെ കാര്യമേ വിട്ടേക്കൂ. എന്നാൽ പഴയ സംസ്കാരത്തെ എൻ്റെ സംസ്കാരമായി കണക്കാക്കുക എന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത്. ഇപ്പോഴാണെങ്കിൽ എന്താണോ ബാബയുടെ സംസ്കാരം അതാണ് താങ്കളുടെ സംസ്കാരം. എല്ലാവരും പറയുന്നുവല്ലോ, നമ്മുടെ ലക്ഷ്യം ബാബ് സമാനാകണം എന്നാണ്. അപ്പോൾ എല്ലാവരും തൻ്റെ ഹൃദയത്തിൽ ദൃഢസങ്കല്പത്തിൻ്റെ ഈ പ്രതിജ്ഞ സ്വയം തന്നോട് ചെയ്തുവോ? അബദ്ധത്തിൽ പോലും എൻ്റേത് എന്ന് പറയരുത്. എൻ്റേത് എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ എന്താണോ പഴയ സംസ്കാരം അത് നേട്ടമെടുക്കുന്നു. എൻ്റേത് എന്ന് പറയുമ്പോൾ അത് ഇരുന്ന് കളയുന്നു, മാറിപ്പോകുന്നില്ല. ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഏത് രൂപത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു? അറിയുന്നുണ്ട്, അംഗീകരിക്കുകയും ചെയ്യുന്നു. ബാബ്ദാദ ഓരോ കുട്ടിയെയും ഭൃഗുഡിയിലെ സിംഹാസനസ്ഥർ, സ്വരാജ്യ അധികാരിയായ രാജാവായ കുട്ടി, അധീനമായ കുട്ടി അല്ല, രാജാവായ കുട്ടി, കൺട്രോളിംഗ് പവർ, റൂളിംഗ് പവർ, മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ തൻ്റെ ഏതൊരു സ്വരൂപമാണ് കാണുന്നത്? ഇത് തന്നെയാണല്ലോ. രാജ്യ അധികാരിയാണല്ലോ, അധീനമല്ലല്ലോ. അധീനമായ ആത്മാക്കളെ നിങ്ങളേവരും അധികാരിയാക്കി മാറ്റുന്നവരാണ്. ആത്മാക്കളുടെ മേൽ ദയാഹൃദയരായി അവരെയും അധീനത്തിൽ നിന്നും അധികാരിയാക്കി മാറ്റുന്നവരാണ്. അപ്പോൾ
താങ്കൾ ഏവരും ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. ബാപ്ദാദിക്കും സന്തോഷമുണ്ട്. എല്ലാവരും സ്നേഹത്തിൻ്റെ വിമാനത്തിലൂടെ എത്തിച്ചേർന്നു. എല്ലാവരുടെയും അടുക്കൽ വിമാനം ഉണ്ടല്ലോ. ബാപ്ദാദ ഓരോ ബ്രാഹ്മണനും ജനിച്ചപ്പോൾ തന്നെ മനസ്സിൻ്റെ വിമാനത്തിൻ്റെ ഗിഫ്റ്റ് നൽകി. അപ്പോൾ എല്ലാവരുടെയും അടുക്കൽ മനസ്സിൻ്റെ വിമാനം ഉണ്ടോ? വിമാനത്തിൽ പെട്രോൾ ശരിയായ രീതിയിലുണ്ടോ? ചിറക് ശരിയാണോ? സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആധാരം ശരിയാണോ? ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള വിമാനത്തിന് 3 ലോകങ്ങളിലും സെക്കൻഡിൽ പോകുവാൻ സാധിക്കും. അഥവാ ധൈര്യത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും 2 ചിറകുകൾ യഥാർത്ഥമാണെങ്കിൽ 1 സെക്കൻഡിൽ സ്റ്റാർട്ടാവുക സാധ്യമാണ്. സ്റ്റാർട്ടാക്കാനുള്ള താക്കോൽ എന്താണ്? എൻ്റെ ബാബ, എൻ്റെ ബാബ എന്ന് പറയൂ. അപ്പോൾ മനസ്സ് എവിടെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നോ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. 2 ചിറകുകളും ശരിയായിരിക്കേണ്ടത് ആവശ്യമാണ്. ധൈര്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ട്? ബാപ്ദാദയുടെ വാഗ്ദാനമാണ്, വരദാനമാണ്. താങ്കളുടെ ധൈര്യത്തിൻ്റെ 1 ചുവടും 1000 ചുവട് സഹായം ബാബയുടേതും. എങ്ങനെയുള്ള കടുത്ത സംസ്കാരവും ആയിക്കൊള്ളട്ടെ, ധൈര്യം ഒരിക്കലും കൈവിടരുത്. കാരണം എന്താണ്? സർവശക്തിവാനായ ബാബ സഹായിയാണ്, കമ്പൈൻഡുമാണ്, സദാ ഹാജരാണ്. താങ്കൾ ധൈര്യത്തോടെ സർവശക്തിവാനുമായി കമ്പൈൻഡായി ബാബയുടെ മേൽ അധികാരം വയ്ക്കൂ. ദൃഢമായി ഇരിക്കൂ. നടക്കുക തന്നെ വേണം. ബാബ എൻ്റേതാണ്, ഞാൻ ബാബയുടേതാണ്. ഈ ധൈര്യം മറക്കാതിരിക്കൂ. അപ്പോൾ എന്ത് സംഭവിക്കും? എങ്ങനെ ചെയ്യട്ടെ എന്ന ഏതൊരു സങ്കല്പമാണോ ഉയരുന്നത്, ആ എങ്ങനെ എന്ന വാക്ക് പരിവർത്തനപ്പെട്ട് ഇങ്ങനെ എന്ന് ആയി മാറും. എങ്ങനെ ചെയ്യും, എന്തു ചെയ്യും പാടില്ല. ഇങ്ങനെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചിന്തിക്കുന്നു, ചെയ്യുന്നുണ്ട്, നടക്കും, നടക്കേണ്ടതാണ്. ബാബ സഹായിക്കും. നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദൃഢനിശ്ചയബുദ്ധി ഉള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ബാബ ബന്ധനസ്ഥനാണ്. കേവലം രൂപം അല്പം ചേഞ്ച് ചെയ്യുന്നു. ബാബയുടെ മേൽ അവകാശം വയ്ക്കുന്നുണ്ട്, എന്നാൽ രൂപം ചേഞ്ച് ചെയ്യുന്നു. ബാബ അങ്ങ് സഹായിക്കുമല്ലോ, അങ്ങ് ബാധ്യസ്ഥനാണല്ലോ. അപ്പോൾ ആണല്ലോ എന്നത് ചേർക്കുന്നു. നിശ്ചയബുദ്ധിയായവർ നിശ്ചിന്ത വിജയി ആയിക്കഴിഞ്ഞു. കാരണം ബാപ്ദാദ ഓരോ കുട്ടിയെയും ജനിച്ചപ്പോൾ തന്നെ വിജയത്തിൻ്റെ തിലകം മസ്തകത്തിൽ അണിയിച്ചിട്ടുണ്ട്. ദൃഢതയെ തൻ്റെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ താക്കോൽ ആക്കി മാറ്റൂ. പ്ലാൻ വളരെ നന്നായി ഉണ്ടാക്കുന്നു. ബാപ്ദാദ എപ്പോഴാണോ ആത്മീയ സംഭാഷണം കേൾക്കുന്നത്, വളരെയധികം ധൈര്യത്തിൻ്റെ ആത്മീയ സംഭാഷണം നടത്തുന്നു. പ്ലാനും വളരെ പവർഫുൾ ആയതുണ്ടാക്കുന്നു. എന്നാൽ പ്ലാനിനെ എപ്പോഴാണോ പ്രാക്ടിക്കലിൽ ചെയ്യുന്നത്, അപ്പോൾ പ്ലെയിൻ ബുദ്ധിയായി ചെയ്യുന്നില്ല. അതിൽ ചെറിയൊരു കാര്യം ചെയ്യുന്നു, നടക്കേണ്ടതാണ് എന്ന്. ഇത് സ്വയം തന്നിലെ നിശ്ചയത്തോടു കൂടിയുള്ള സങ്കല്പമല്ല, എന്നാൽ വേസ്റ്റ് സങ്കല്പത്തെ മിക്സ് ആക്കുകയാണ്. ഇപ്പോൾ സമയമനുസരിച്ച് പ്ലെയിൻ ബുദ്ധിയായി സങ്കല്പത്തെ സാകാര രൂപത്തിൽ കൊണ്ടുവരൂ. അല്പം പോലും ദുർബല സങ്കല്പം എമർജ് ആക്കരുത്. സ്മൃതി വയ്ക്കൂ, ഇപ്പോൾ ഒരു തവണയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനേകം തവണ ചെയ്തതിനെ കേവലം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മിക്കൂ, എത്ര തവണ കൽപ്പകൽപ്പങ്ങളിൽ വിജയി ആയിട്ടുണ്ട്. അനേകം തവണത്തെ വിജയിയാണ്. വിജയം അനേകം കൽപ്പത്തിലെ ജന്മസിദ്ധ അധികാരമാണ്. ഈ അധികാരത്തോടെ നിശ്ചയബുദ്ധിയായി ദൃഢതയുടെ താക്കോൽ തിരിക്കൂ.
വിജയം, ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളില്ലാതെ എവിടെ പോകുവാനാണ്? വിജയം, താങ്കൾ ബ്രാഹ്മണരുടെ ജന്മസിദ്ധ അധികാരമാണ്, കഴുത്തിലെ മാലയാണ്. ലഹരി ഉണ്ടല്ലോ, നടക്കുമോ നടക്കില്ലേ എന്നത് പാടില്ല, നടന്നു കഴിഞ്ഞു. ഇത്രയും നിശ്ചയബുദ്ധിയായി ഓരോ കാര്യവും ചെയ്യൂ. വിജയം നിശ്ചിതം തന്നെയാണ്. ഇങ്ങനെയുള്ള നിശ്ചയബുദ്ധിയായ ആത്മാക്കൾ ഈ ലഹരി വയ്ക്കൂ. വിജയം തീർച്ചയായും ഉണ്ട്. ഉണ്ടോ അതോ ഇല്ലേ എന്നല്ല, തീർച്ചയായും ഉണ്ട്. ഈ ലഹരി വയ്ക്കൂ. ഉണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഹോളിയാണല്ലോ, ഹോളിയസ്റ്റ് തന്നെയാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ കുങ്കുമത്തിൻ്റെ ഹോളി ബാബ്ദാദയുമായി കളിച്ചു. ഇപ്പോൾ മറ്റെന്ത് കളിക്കും? ബാബ്ദാദ കണ്ടു, എല്ലാവർക്കും, മെജോറിറ്റിക്കും വളരെ നല്ല ഉന്മേഷവും ഉത്സാഹവും വരുന്നു. ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് നടക്കും. ബാബ്ദാദയും വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ ഈ ഉന്മേഷവും ഉത്സാഹവും സദാ എമർജായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മെർജ് ആയി പോകുന്നു, ഇടയ്ക്ക് എമർജ് ആകുന്നു. മെർജ് ആയി പോകരുത്, എമർജ് ആയി തന്നെ ഇരിക്കണം. കാരണം മുഴുവൻ സംഗമയുഗം തന്നെ താങ്കളുടെ ഉത്സവമാണ്. അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉത്സവം ആഘോഷിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. കാരണം വളരെയധികം സമയം ടെൻഷനിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ വിചാരിക്കുന്നു, ഉത്സാഹത്തിൽ നൃത്തമാടട്ടെ, പാടട്ടെ, കഴിക്കട്ടെ, അപ്പോൾ ചേഞ്ച് ഉണ്ടാകട്ടെ. എന്നാൽ താങ്കളുടെ അടുക്കലാണെങ്കിൽ ഓരോ സെക്കൻഡും നൃത്തമാടുകയും പാടുകയും ചെയ്യുന്നത് തീർച്ചയായും ഉണ്ട്. താങ്കൾ സദാ മനസ്സിൽ സന്തോഷത്തോടെ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതോ ഇല്ലേ? നൃത്തമാടുന്നുണ്ടോ? സന്തോഷത്തിൽ നൃത്തമാടാൻ അറിയാമോ? നൃത്തമാടാൻ അറിയാമോ? ആർക്കാണോ അറിയാവുന്നത് അവർ കൈ ഉയർത്തൂ. നൃത്തമാടാൻ അറിയാം, നല്ലത്. അറിയാമെങ്കിൽ ആശംസകൾ. അപ്പോൾ സദാ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണോ അതോ ഇടയ്ക്കിടയ്ക്കാണോ? ബാബ്ദാദ ഈ വർഷത്തിൻ്റെ ഹോംവർക്ക് നൽകിയിരുന്നു. 2 വാക്കുകൾ ഒരിക്കലും ചിന്തിക്കരുത്. സം ടൈം, സംതിങ്. അത് ചെയ്തുവോ? അതോ ഇപ്പോഴും സം ടൈം എന്നതുണ്ടോ? സം ടൈമും സംതിങ്ങും ഇല്ലാതാകണം. ഈ നൃത്തമാടുന്നതിൽ ക്ഷീണിക്കുന്നതിൻ്റെ ഏതെങ്കിലും കാര്യമേ ഇല്ല. കിടക്കുകയാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും സന്തോഷത്തിൻ്റെ ഡാൻസ് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. ബാബയുടെ പ്രാപ്തികളുടെ ഗീതവും പാടുവാൻ സാധിക്കും. ഗീതവും പാടാൻ അറിയാമല്ലോ. ഈ ഗീതം എല്ലാവർക്കും പാടാൻ അറിയാം. വായ്കൊണ്ടുള്ള ഗീതം ചിലർക്കാണ് അറിയാവുന്നത്, ചിലർക്ക് അറിയില്ല. എന്നാൽ ബാബയുടെ പ്രാപ്തികളുടെ, ബാബയുടെ ഗുണങ്ങളുടെ ഗീതം അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഓരോ ദിവസവും ഉത്സവമാണ്, ഓരോ നിമിഷവും ഉത്സവമാണ്. സദാ നൃത്തമാടൂ, പാടുകയും ചെയ്യൂ. മറ്റൊരു ജോലിയും നൽകിയേ ഇല്ല. ഇത് തന്നെയാണല്ലോ 2 കാര്യങ്ങൾ, നൃത്തമാടൂ, പാടൂ. അപ്പോൾ എൻജോയ് ചെയ്യൂ. ഭാരം എന്തിനെടുക്കുന്നു? എൻജോയ് ചെയ്യൂ, നൃത്തമാടൂ, പാടൂ, ഇത്രമാത്രം. ശരി, ഹോളി ആഘോഷിച്ചുവല്ലോ. ഇപ്പോൾ നിറങ്ങളുടെ ഹോളിയും ആഘോഷിക്കുമോ? ശരി, താങ്കളെ തന്നെയാണല്ലോ ഭക്തർ കോപ്പി ചെയ്യുക. താങ്കൾ ഭഗവാനോടൊപ്പം ഹോളി കളിക്കുന്നു. അപ്പോൾ ഭക്തരും ഹോളി ഏതെങ്കിലും ദേവതമാരായ താങ്കളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, ഇന്ന് പല കുട്ടികളുടെയും ഇമെയിലും വന്നിരിക്കുകയാണ്, കത്തും വന്നിരിക്കുകയാണ്, ഫോണും വന്നിരിക്കുകയാണ്. ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിലൂടെ ഹോളിയുടെ ആശംസ അയച്ചിരിക്കുന്നു.
ബാബ്ദാദയുടെ അടുക്കലാണെങ്കിൽ എപ്പോഴാണോ സങ്കല്പിക്കുന്നത് അപ്പോൾ എത്തിച്ചേരുന്നു. എന്നാൽ 4 ഭാഗത്തുമുള്ള കുട്ടികൾ വിശേഷിച്ച് ഓർമ്മിക്കുകയും ചെയ്തു. ബാബ്ദാദയും ഓരോ കുട്ടിക്കും കോടി കോടി ആശീർവാദങ്ങളും കോടി മടങ്ങ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും റിട്ടേണായി ഓരോരുത്തർക്കും പേര് സഹിതം വിശേഷത സഹിതം നൽകുകയാണ്. എപ്പോഴാണോ സന്ദേശി പോകുന്നത് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഗത്തു നിന്നും ഓർമ്മകൾ നൽകുന്നു. നൽകാത്തവരാണെങ്കിൽ പോലും ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ഇതുതന്നെയാണ് പരമാത്മാ സ്നേഹത്തിൻ്റെ വിശേഷത. ഈ ഓരോരോ ദിവസവും എത്ര പ്രിയങ്കരമാണ്. ഗ്രാമത്തിൽ ആയിക്കൊള്ളട്ടെ, വലിയ വലിയ പട്ടണങ്ങളിൽ ആയിക്കൊള്ളട്ടെ, ഗ്രാമങ്ങളിലുള്ളവരുടെയും ഓർമ്മകൾ സാധനങ്ങൾ ഇല്ലാതിരുന്നിട്ടും ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. കാരണം ബാബയുടെ അടുത്ത് സ്പിരിച്വൽ സാധനങ്ങൾ വളരെയധികമുണ്ടല്ലോ. ശരി, ഇക്കാലത്തെ ലോകത്തിൽ ഡോക്ടേഴ്സ് പറയുന്നു ഔഷധം ഉപേക്ഷിക്കൂ, എക്സസൈസ് ചെയ്യൂ എന്ന്. അപ്പോൾ ബാബ്ദാദയും പറയുന്നു യുദ്ധം ചെയ്യുന്നത് ഉപേക്ഷിക്കൂ, പ്രയത്നിക്കുന്നത് ഉപേക്ഷിക്കൂ. മുഴുവൻ ദിവസത്തിലും 5 മിനിറ്റ് മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യൂ. 1 മിനിറ്റിൽ നിരാകാരി, 1 മിനിറ്റിൽ ആകാരി, 1 മിനിറ്റിൽ എല്ലാ ഭാഗത്തെയും സേവാധാരി. 5 മിനിറ്റിൻ്റെ ഈ മനസ്സിൻ്റെ എക്സസൈസ് മുഴുവൻ ദിവസത്തിലും ഭിന്ന ഭിന്ന സമയത്ത് ചെയ്യൂ. അപ്പോൾ സദാ ആരോഗ്യകരമായി ഇരിക്കും, പ്രയത്നത്തിൽ നിന്നും രക്ഷപ്പെടും. സാധ്യമാണല്ലോ. മധുബനിലുള്ളവർ സാധ്യമാണോ? മധുബനാണ് ഫൗണ്ടേഷൻ. മധുബൻ്റെ വൈബ്രേഷൻ 4 ഭാഗത്തും ആഗ്രഹിക്കാതെ പോലും എത്തിച്ചേരുന്നു. മധുബനിൽ ഏതെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ മുഴുവൻ ഭാരതത്തിലും ഓരോ സ്ഥാനത്തും അടുത്ത ദിവസം എത്തിച്ചേരുന്നു. മധുബനിൽ അങ്ങനെയുള്ള ഒരു സാധനം ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യവും മറഞ്ഞിരിക്കുന്നില്ല, നല്ലതായാലും പുരുഷാർത്ഥത്തിൻ്റെതായാലും. അപ്പോൾ മധുബൻ എന്ത് ചെയ്യുമോ ആ വൈബ്രേഷൻ സ്വതവേയും സഹജമായും വ്യാപിക്കും. ആദ്യം മധുബൻ നിവാസികൾ വേസ്റ്റ് തോട്ട്സ് സ്റ്റോപ്പ് ചെയ്യണം. സാധ്യമാണോ? സാധ്യമാണോ? ഇവർ മുന്നിൽ ഇരിക്കുകയാണല്ലോ. മധുബൻ നിവാസികൾ കൈ ഉയർത്തൂ. അപ്പോൾ മധുബൻ നിവാസികൾ പരസ്പരം അങ്ങനെയുള്ള ഏതെങ്കിലും പ്ലാൻ ഉണ്ടാക്കൂ. വേസ്റ്റ് ഇല്ലാതാകണം. ബാബ്ദാദ സങ്കല്പം തന്നെ നിർത്തലാക്കൂ എന്ന് പറയുന്നില്ല. വേസ്റ്റ് സങ്കല്പം ഫിനിഷ്. നേട്ടമേ ഇല്ല, വിഷമം തന്നെയാണുള്ളത്. സാധ്യമാണോ? ഏത് മധുബൻ നിവാസികളാണോ പരസ്പരം മീറ്റിംഗ് നടത്തി ഇത് ചെയ്യും എന്ന് മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തൂ. ചെയ്യേണ്ടതുണ്ട് എന്നാണെങ്കിൽ കൈ നീട്ടി ഉയർത്തൂ. 2 കൈകളും ഉയർത്തൂ. ആശംസകൾ. ബാബ്ദാദ ഹൃദയത്തിൽ നിന്നും ആശീർവാദങ്ങൾ നൽകുകയാണ്, ആശംസകൾ നൽകുകയാണ്. മധുബനിലുള്ളവരിൽ ധൈര്യമുണ്ട് എന്ന് എന്താഗ്രഹിക്കുന്നു അത് ചെയ്യാൻ സാധിക്കുന്നു, ചെയ്യിപ്പിക്കുവാനും സാധിക്കുന്നു. മധുബനിലെ സഹോദരിമാരുമുണ്ട്. സഹോദരിമാർ കൈ ഉയർത്തൂ, കൈ നീട്ടി ഉയർത്തൂ. മീറ്റിംഗ് നടത്തണം. ദാദിമാർ പരസ്പരം മീറ്റിംഗ് നടത്തിക്കണം. നോക്കൂ, കൈ എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൈയുടെ മാനം കാക്കണം. ശരി. ബ്രഹ്മബാബ ലാസ്റ്റിൽ ഏതൊരു വരദാനമാണോ നൽകിയത്? നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ബ്രഹ്മബാബയുടെ ഈ ലാസ്റ്റ് വരദാനം കുട്ടികളെ പ്രതിയുള്ള ഒരു വളരെ വലിയ സമ്മാനമായിരുന്നു. ഇപ്പോൾ സെക്കൻഡിൽ ബ്രഹ്മബാബയുടെ സമ്മാനം മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കുമോ? ബാബയുടെ സമ്മാനത്തെ സദാ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം എന്ന്
ദൃഢസങ്കല്പം എടുക്കുവാൻ സാധിക്കുമോ? കാരണം ആദിദേവന്റെ സമ്മാനം നിസ്സാരമല്ല. ബ്രഹ്മാവ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. ആ ഒന്നിൻ്റെ സമ്മാനം നിസ്സാരമല്ല. അപ്പോൾ അവരവരുടെ പുരുഷാർത്ഥം അനുസരിച്ച് സങ്കല്പിക്കൂ. ഇന്നത്തെ ദിവസം ഹോളി, അതായത് എന്ത് കടന്നുപോയോ അത് കഴിഞ്ഞു, നടന്നു. എന്നാൽ ഇപ്പോൾ മുതൽ സമ്മാനത്തെ വീണ്ടും വീണ്ടും എമർജ് ചെയ്ത് ബ്രഹ്മബാബയ്ക്ക് സേവനത്തിൻ്റെ റിട്ടേൺ നൽകും. നോക്കൂ, ബ്രഹ്മബാബ അന്തിമ ദിവസം, അന്തിമ സമയം വരെയും സേവനം ചെയ്തു. ഇത് ബ്രഹ്മബാബയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ, സേവനത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് റിട്ടേൺ നൽകണം. അതായത് വീണ്ടും വീണ്ടും ജീവിതത്തിൽ നൽകപ്പെട്ട സമ്മാനത്തെ റിവൈസ് ചെയ്ത് പ്രാക്ടിക്കലിൽ കൊണ്ടുവരണം. അപ്പോൾ എല്ലാവരും തൻ്റെ ഹൃദയത്തിൽ ബ്രഹ്മബാബയോടുള്ള സ്നേഹത്തിൻ്റെ റിട്ടേണായി സങ്കല്പം ദൃഢമാക്കൂ. ഇതാണ് ബ്രഹ്മബാബയുടെ സ്നേഹത്തിൻ്റെ, സമ്മാനത്തിൻ്റെ റിട്ടേൺ. ശരി, 4 ഭാഗത്തുമുള്ള ലക്കിയസ്റ്റും ഹോളിയസ്റ്റുമായ കുട്ടികൾക്ക് സദാ ദൃഢസങ്കല്പത്തിൻ്റെ താക്കോൽ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്ന ധൈര്യശാലികളായ കുട്ടികൾക്ക് സദാ തൻ്റെ മനസ്സിനെ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള സേവനത്തിൽ ബിസിയാക്കി വയ്ക്കുന്നവർക്ക്, ചുവടിൽ പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന കുട്ടികൾക്ക്, സദാ ഓരോ ദിവസവും ഉത്സാഹത്തിൽ ഇരിക്കുന്നവർക്ക്, ഓരോ ദിവസത്തെയും ഉത്സവമായി മനസ്സിലാക്കി ആഘോഷിക്കുന്നവർക്ക്, സദാ ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: സ്നേഹത്തിൻ്റെയും ലൗലീൻ സ്ഥിതിയുടെയും അനുഭവത്തിലൂടെ സർവ്വതും മറക്കുന്ന സദാ ദേഹി അഭിമാനിയായി ഭവിക്കട്ടെ. കർമ്മത്തിൽ, വാക്കിൽ, സമ്പർക്കത്തിൽ, സംബന്ധത്തിൽ സ്നേഹവും, സ്മൃതിയിലും സ്ഥിതിയിലും ലൗലീനും ആയിരിക്കൂ. അപ്പോൾ സർവ്വതും മറന്ന് ദേഹി അഭിമാനിയായി മാറും. സ്നേഹം തന്നെയാണ് ബാബയുടെ സമീപ സംബന്ധത്തിൽ കൊണ്ടുവരുന്നത്, സർവസ്വ ത്യാഗി ആക്കി മാറ്റുന്നത്. ഈ സ്നേഹത്തിൻ്റെ വിശേഷതയിലൂടെ അഥവാ ലൗലീൻ സ്ഥിതിയിൽ ഇരിക്കുന്നതിലൂടെ തന്നെയാണ് സർവ ആത്മാക്കളുടെയും ഭാഗ്യത്തെ അഥവാ ലക്കിനെ ഉണർത്താൻ സാധിക്കുന്നത്. ഈ സ്നേഹം തന്നെയാണ് ലക്കിൻ്റെ, ലോക്കിൻ്റെ താക്കോൽ. ഇത് മാസ്റ്റർ കീ ആണ്. ഇതിലൂടെ എങ്ങനെയുള്ള ദൗർഭാഗ്യശാലിയായ ആത്മാവിനെയും ഭാഗ്യശാലി ആക്കുവാൻ സാധിക്കും. സ്ലോഗൻ: സ്വയം തൻ്റെ പരിവർത്തനത്തിൻ്റെ നിമിഷം നിശ്ചയിക്കൂ. അപ്പോൾ വിശ്വപരിവർത്തനം സ്വതവേ നടന്നുകൊള്ളും. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. മനസ്സ ശക്തിയുടെ ദർപ്പണമാണ് വാക്കും കർമ്മവും. അജ്ഞാനികളായ ആത്മാക്കളായാലും ജ്ഞാനി ആത്മാക്കളായാലും രണ്ടുപേരുടെയും സംബന്ധ സമ്പർക്കത്തിൽ വാക്കും കർമ്മവും ശുഭഭാവനയും ശുഭകാമനയും ഉള്ളതായിരിക്കണം. ആരുടെ മനസ്സ് ശക്തിശാലിയും ശുഭവും ആയിരിക്കുമോ അവരുടെ വാക്കും കർമ്മവും സ്വതവേ തന്നെ ശക്തിശാലിയും ശുദ്ധവും ആയിരിക്കും, ശുഭഭാവന ഉള്ളതായിരിക്കും. മനസ്സ ശക്തിശാലി എന്നാൽ ഓർമ്മയുടെ ശക്തി ശ്രേഷ്ഠം ആയിരിക്കും, ശക്തിശാലി ആയിരിക്കും, സഹജയോഗി ആയിരിക്കും. ഓം ശാന്തി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ
മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.